നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് സെൻറ്ററിങ് ചെയ്ത് ഡിസ്കഷൻ ആരംഭിക്കാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൻ്റെ ഹീലിംഗ് എനർജി കാൽ വിരലുകളിലൂടെ കാൽപാദങ്ങളിലൂടെ ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ ഓരോ ഭാഗങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പരിപൂർണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി, ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ഭക്തി സ്നേഹഭാവങ്ങളോടുകൂടി ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഗുരുനാഥൻ നൽകുന്ന പ്രാണാഹുതി, ആ പ്രാണാഹുതിയോ ലഭിച്ചുകൊണ്ട് നമ്മൾ ധ്യാനം ആരംഭിക്കണം. അതിന് ഇൻട്രൊഡക്ടറി സിറ്റിങ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പം എങ്ങനെ ഇതിൽ ചേരാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഈ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആ സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സാധന നമ്മൾ റെഗുലറായിട്ട് ചെയ്യുമ്പോൾ ഉപനിഷത്ത് പോലെയുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള ലിറ്ററേച്ചർ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഛാന്തോക്യ ഉപനിഷത്തിലെ 1-ാമത്തെ ചാപ്റ്ററിലെ 20-ാമത്തെ ഖണ്ഡം, 1-ാമത്തെ ശ്ലോകം. അഗ്നിഹിങ്കാരോ വായു പ്രസ്താവ ആദിത്യ ഉദ്ഗീതോ നക്ഷത്രാണി പ്രതിഹാരാശ്ചന്ദ്രമാ നിധനമേതാദ് രജനം ദേവതാസു പ്രോതം. അഗ്നി ഒരു ഹിങ്കാരമാണ്, വായു ഒരു പ്രസ്താവമാണ്, ആദിത്യൻ ഉദ്ഗീതമാണ്, നക്ഷത്രങ്ങൾ പ്രതിഹാരമാണ്, ചന്ദ്രൻ ഒരു നിധനമാണ്. ഇതാണ് ദിവ്യതയിൽ നെയ്ത രാജന സാമൻ. 2-ാമത്തെ ശ്ലോകം. സയ ഏവമേതദ്രാജനം ദേവതാസു പ്രോതം വേദൈതാ സാമേവ ദേവതാൻ
ദേവതാം സമ ലോകതാം സാഷ്ടിതാം സായുജ്യം ഗച്ഛതി സർവമായുരേതി ജോഗ്ജീവതി മഹാൻ പ്രജയാ പശുഭിർഭവതി ബ്രാഹ്മണാന്ന നിന്ദേത വ്രതം. ദിവ്യതയിൽ നെയ്തതായ ഈ രാജന സാമൻ അറിയുന്നവൻ അതേ ലോകത്തിലേക്ക് പോകുന്നു. ഏകത്വത്തിലേക്ക്, പൂർണ്ണമായും സായുജ്യത്തിലേക്ക്, അതേ ദിവ്യതകളുമായി പോകുന്നു. ജീവിതത്തിന്റെ പൂർണ്ണമായ കാലം ജീവിക്കുന്നു, ദീർഘകാലം ജീവിക്കുന്നു, സന്തതികളിലും കന്നുകാലികളിലും മഹാനാകുന്നു, പ്രസിദ്ധിയിൽ മഹാനാകുന്നു. ബ്രാഹ്മണന്മാരിൽ തെറ്റുകൾ കാണരുത്, അതാണ് അവന്റെ നിയമം. ചാന്തോക്യ ഉപനിഷത്ത് ഓരോ ശ്ലോകങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ഉള്ളിലുള്ള, നമ്മൾ തന്നെ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള സംസ്കാരങ്ങളുടെ അൺഫോൾഡിങ് ആണ് എന്നുള്ളത് വീണ്ടും വീണ്ടും നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഇതൊരു അത്ഭുതമായിട്ട് തോന്നാം. അപ്പൊ ക്രിയേഷൻ എന്ന് പറയുന്നത് ആത്മാവിന്റെ അപൂർണതയുടെ റിഫ്ലക്ഷൻ ആണ് എന്ന് ഒരു പ്രോവർബുണ്ട്. പൂർണ്ണതയിൽ എത്തിയിട്ടുള്ള ഒരു സോളിന് ഈ പ്രപഞ്ചത്തിൽ തന്നെ തന്നെ ദർശിക്കാൻ സാധിക്കും, വേറൊന്നും ദർശിക്കാൻ സാധിക്കില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, യോമാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സ ച മേ ന പ്രണശ്യതി. എന്നെ എല്ലാത്തിലും ദർശിക്കുന്നവനും എല്ലാത്തിലും എന്നെ ദർശിക്കുന്നവനും ഒരിക്കലും നശിക്കില്ല എന്നാണ്. ഇതൊരു ഹൈ സ്പിരിച്വൽ സ്റ്റേറ്റ് ആണ്. ഉള്ളിലുള്ള നമ്മൾ തന്നെ സൃഷ്ടിച്ചിട്ടുള്ള സംസ്കാരങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ള പേഴ്സണാലിറ്റീസ്, അതെല്ലാം അൺവൈൻഡ് ചെയ്ത്, പ്യൂരിഫൈ ചെയ്ത്, സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് ഈ പ്രപഞ്ചത്തെ നോക്കുമ്പോൾ വേറെ ഒന്നും കാണില്ല. ഇപ്പോ ഒരു ചിമ്മിനി വിളക്ക്, പുകയാൽ മൂടിപ്പെട്ട ഒരു ചിമ്മിനി വിളക്ക് പോലെയാണ് നമ്മൾ. വെളിച്ചമുണ്ട്, പക്ഷേ ഈ പുകമറ കാരണം പുറത്തേക്ക് ആ വെളിച്ചം വരുന്നില്ല. അപ്പൊ അതിലെവിടെയെങ്കിലും ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ അവിടെ വെളിച്ചം ക്ലിയർ ആവും. എവിടെയൊക്കെ ഡാർക്കാണോ അവിടെയൊക്കെ പുറത്ത് വെളിച്ചെത്തില്ല. അപ്പൊ ഈ ലോകത്തിൽ എവിടെയെങ്കിലും നമുക്കൊരു സെപ്പറേഷൻ അനുഭവിക്കുന്നുണ്ട്, ഒരു അതർനെസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ അതർനെസ്സിന്റെ കാരണം എൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പൊ അതർനെസ് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? നമുക്ക് അതിനോടൊരു അറ്റാച്ച്മെന്റ് തോന്നും. അപ്പോഴാണ് അത് വേറെയാണ് എന്നുള്ളൊരു തോന്നൽ, മമത. കാരണം അത് ഞാനല്ല എന്ന് തോന്നുകയാണ്. അതുകൊണ്ടാണ് അതെനിക്ക് വേണം എന്ന് തോന്നുന്നത്. അപ്പൊ അവോയ്ഡ് ചെയ്യാനും അല്ലെങ്കിൽ എനിക്ക് വേണം എന്നുള്ള തോന്നൽ, ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, ഇത് രണ്ടും ഉണ്ടാവുന്നത് ഈ തരത്തിലുള്ള അജ്ഞാനം കാരണം. ഇതാണ് അജ്ഞാനം എന്നത്, അജ്ഞാന തിമിരാന്ധം എന്ന് പറയും. നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ സൃഷ്ടിച്ച പേഴ്സണാലിറ്റീസിലൂടെയാണ് നമ്മൾ ലോകത്തെ കാണുന്നത്. അപ്പൊ ലോകത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കൂടുതൽ നല്ലതാന്ന് തോന്നുന്നു, ഇതാണ് നല്ലത് അത് നല്ലതല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെയല്ല നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്, ഇവിടെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിജി പറഞ്ഞത്, ബി ദ ചേഞ്ച് യു വാണ്ട് ടു ബ്രിങ് ഇൻ ദിസ് വേൾഡ്. ലോകത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരണം. അപ്പൊ നമ്മൾ മാറും തോറും നമ്മുടെ പ്രപഞ്ചവും മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ സയൻസും ഇത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൾട്ടി വേഴ്സസ് എന്ന് പറയും. ഓരോ വ്യക്തിക്കും ഓരോ പ്രപഞ്ചമാണ്. ഓരോരുത്തരും അവരവരുടെ ബയാസ്ഡ് വ്യൂയിലൂടെയാണ് കാണുന്നത്. ഒരു സബ്ജക്റ്റീവ് ബയാസ്, വ്യക്തിഗതമായിട്ടുള്ള ബയാസ് എല്ലാത്തിലും ഉണ്ട് എന്ന് സയൻസ് ഇപ്പൊ മനസ്സിലാക്കുന്നു. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഹേസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും, ലൈറ്റിന്റെ ഒരു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈബ്രേഷന്റെ നമുക്ക് ഒന്നിച്ച് കാണാൻ പറ്റില്ല. അപ്പൊ എന്തുകൊണ്ടാണ് അത് കാണാൻ സാധിക്കാത്തത്? കാരണം ഞാൻ സബ്ജക്റ്റീവ് തലത്തിൽ എവിടെയാണോ കണക്ട് ചെയ്യുക അത് മാത്രമേ കാണാൻ സാധിക്കൂ. അപ്പൊ സബ്ജക്റ്റീവ് തലത്തിൽ, എൻ്റെ വ്യക്തിഗത തലത്തിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള ഈ തരത്തിലുള്ള റിഫ്ലക്ഷൻസും ഇല്ലെങ്കിലും ഈ ലോകത്തിന് മുഴുവൻ കാണുന്നത് എന്നെ തന്നെയായിരിക്കും. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഈ തരത്തിൽ അപൂർണതകൾ കാണുമ്പോൾ അത് എനിക്ക് വേണം അല്ലെങ്കിൽ അതെനിക്ക് വേണ്ട എന്നൊരു തോന്നൽ വന്നു. നമ്മൾ അതിന് ശക്തി കൊടുക്കുന്നു. സഹജമാർഗത്തിന്റെ ഗുരുനാഥനായിട്ടുള്ള ചാരുജി മഹാരാജ് പറയാറുണ്ട്, നമ്മൾ
മാർക്കറ്റിൽ നിന്ന് ഒരു ഫോട്ടോഗ്രാഫോ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ദേവതയുടെ ഫോട്ടോഗ്രാഫ് അല്ലെങ്കിൽ ഒരു വിഗ്രഹം കൊണ്ടുവരികയാണ്. ചെറിയ വില ഉണ്ടാവും. വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ അതിനോട് ചോദിക്കുകയാണ്, രാവിലെ ഞാൻ പോവുകയാണ്, വൈകുന്നേരം ഞാൻ വന്നു, അതിനെ പൂജിക്കാൻ തുടങ്ങുക. കുറച്ച് കഴിഞ്ഞാൽ ആ വിഗ്രഹം നമ്മളെ ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തിന്റെ ഉടമസ്ഥനെ പറയും. ഒരു വീട്ടിലൊരു വിഗ്രഹം ആ വീടിനെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ഒരു ദേവതയായിട്ട് മാറും. കുടുംബദേവത എന്ന് പറയും. ആരാണ് ആ കുടുംബദേവതയ്ക്ക് ആ വിഗ്രഹത്തിനും ശക്തി കൊടുത്തത്? ഞാനാണ്. എന്റെ പവറാണ് അതെനിക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. നമ്മളുടെ എല്ലാ കാര്യത്തിനും മൂല്യം കൊടുക്കുന്നു. നമ്മുടെ കറൻസി ആയാലോ, നമ്മളിൽ കൊണ്ടു നടക്കുന്ന സ്വർണ്ണാഭരണങ്ങളായാലോ, എല്ലാത്തിനും മൂല്യം കൊടുക്കുന്നത് നമ്മളാണ്. ഞാൻ എന്നുള്ള ഈ ബോധമില്ലെങ്കിൽ, ജീവനില്ലെങ്കിൽ ഇതിനൊന്നും ഒരു മൂല്യമില്ല. നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ഗ്രഹങ്ങൾ. ഇപ്പോൾ ഛാന്തോക്യോപനിഷത്ത് പറയുന്നു, നക്ഷത്രങ്ങള്, ചന്ദ്രൻ, സൂര്യൻ, ഇതെല്ലാം യഥാർത്ഥത്തിൽ എൻ്റെ തന്നെ മാനിഫെസ്റ്റേഷൻസ് ആണ്. ഭഗവാൻ ഭഗവത്ഗീതയിൽ ഇത് ഭംഗിയായിട്ട് പറയുന്നുണ്ട്. ഞാനാണ് അതെല്ലാം. വിഭൂതി യോഗം ഒന്ന് വായിക്കണം. ഞാൻ ആണ് അതെല്ലാം എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ അത് എൻ്റേതാകണം എന്ന് തോന്നുമ്പോൾ ഞാനും അത് വ്യത്യാസമാണ്. അപ്പൊ അതിന് നമ്മൾ പവർ കൊടുക്കും. അത് നമ്മളെ ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെയാണ് ഗ്രഹങ്ങൾ നമ്മളെ ഡോമിനേറ്റ് ചെയ്യുന്നത്. നമ്മൾ അസ്ട്രോളജി എന്നുള്ള ശാസ്ത്രത്തെ പറ്റി കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു സയൻസാണ്. പക്ഷെ അത് നമ്മളെ ലീഡ് ചെയ്യാൻ തുടങ്ങിയാലും, ഏതെങ്കിലും ഒരു ഗ്രഹം നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അത് പ്രശ്നം ഉണ്ടാക്കും. ക്വാണ്ടം ഫിസിക്സ് തന്നെയാണ് പറയുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ഭയങ്ങളെ നമ്മൾ പുറത്ത് റിഫ്ലക്ട് ചെയ്യുന്നതാണ്. അതിന് നമ്മുടെ മുകളിൽ ഒരു കൺട്രോളും ഇല്ല. അപ്പൊ അത് അറിയാത്ത എത്രയോ ആൾക്കാരുണ്ട്. അവര് സുഖമായിട്ട് ജീവിക്കുന്നില്ലേ? അവർക്കിത് പ്രശ്നമല്ല. പക്ഷെ നമ്മൾ ഇത് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇതിനൊരു ഇഷ്യൂ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അതോട് കൂടിയിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നമായിട്ട് മാറും. നമ്മളാണ് അതിന് പവർ കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു സത്യം മനസ്സിലാക്കിയിട്ടുള്ള ആള് ശരിക്കും പവർ എവിടെയാണ് നിൽക്കുന്നത് തിരിച്ചറിയണം. എവിടെയാണ് ഇതിനെ പവർ എടുക്കുന്നത്? എൻ്റെ ഉള്ളിലാണ്. എൻ്റെ ഉള്ളിൽ എന്നിലൂടെ പ്രവഹിക്കുന്ന ആ പൂർണ്ണത, അതാണ് എനിക്ക് എല്ലാ ശക്തികളും നൽകുന്നത്. അപ്പൊ അവിടേക്ക് അറ്റാച്ച്ഡ് ആവുക. അറ്റാച്ച്മെന്റ് ലീഡിങ് ടു ഡിറ്റാച്ച്മെന്റ് എന്ന് ബാബുജി മഹാരാജ് പറഞ്ഞു. ലാലാജി മഹാരാജ്, ആദിഗുരുവായിട്ടുള്ള ലാലാജി മഹാരാജ് പറയുന്നത്, നമ്മൾ അങ്ങോട്ട് ബോണ്ടഡ് ആവുന്നതാണ്. അപ്പൊ ഈ ബോണ്ടേജ് ഇല്ലാതെ മാറും. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് മനസ്സിനെ അറ്റാച്ച് ചെയ്തേ പറ്റുള്ളൂ. മനസ്സ് അങ്ങനെ ഒരു ശക്തിയാണ്. എവിടെയെങ്കിലും അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മനസ്സിങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ പുറമേ ശക്തി കൊടുക്കാൻ തുടങ്ങിയ അനന്തമായിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ. എത്രയോ സാധനങ്ങളുണ്ട്. ഓരോരുത്തർക്കും ഓരോ സാധനത്തിനാണ് ഇമ്പോർട്ടൻസ്. കുട്ടിക്ക് കളിപ്പാട്ടാണ് ഇമ്പോർട്ടന്റ്. സ്വർണം ആഗ്രഹിക്കുന്ന ആൾക്ക് സ്വർണമാണ് ഇമ്പോർട്ടന്റ്. ഒരു കഥ കേട്ടിട്ടുണ്ട്. നെപ്പോളിയൻ ബോണപ്പാർട്ടി രാജാക്കന്മാരുടെ ഒരു വിരുന്നില് എല്ലാവർക്കും വെള്ളിപ്പാത്രത്തിൽ ഭക്ഷണം കൊടുത്തു അത്ര. നെപ്പോളിയൻ അലൂമിനിയം പാത്രത്തിലാണ് ഭക്ഷണം കഴിച്ചത്. കാരണം അലൂമിനിയം പാത്രത്തിന് അന്ന് വാല്യൂ ഉണ്ടായിരുന്നു, അലൂമിനിയം കുറവായിരുന്നു. അതുപോലെ നമ്മളാണ് അതിന് മൂല്യം കൊടുക്കുന്നത്. എല്ലാ സ്ഥലത്തും എല്ലാത്തിനും മൂല്യം ഒരേപോലെയല്ല. അതുപോലെ എല്ലാ വ്യക്തികൾക്കും ഒരേപോലെയല്ല മൂല്യം. ചിലർക്ക് ഡ്രസ്സിനോടാണ് കമ്പം, ചിലർക്ക് കോസ്മെറ്റിക്സിനോടാണ് കമ്പം, ചിലർക്ക് കലകളോടാണ് കമ്പം, ചിലർക്ക് സയൻസിനോടാണ് കമ്പം. അതിനൊന്നുമില്ല. നമ്മൾ അതിന് ശക്തി കൊടുക്കണം. എന്നിട്ട് നമ്മൾ അതിന്റെ അടിമയായിട്ട് മാറും. അപ്പൊ അടിമത്തം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ സൃഷ്ടിക്കുന്ന ഒരു തോന്നൽ മാത്രം, ഇല്യൂഷൻ മാത്രമാണ്. ഈ അടിമത്തം ബോധം മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിനെ ശരിയായിട്ടുള്ള മാസ്റ്ററിലേക്ക് കണക്ട് ചെയ്യണം. മാസ്റ്റർ എൻ്റെ ഉള്ളിൽ തന്നെയാണ്. നമ്മൾ ആ മാസ്റ്ററിലേക്ക് കണക്ട് ചെയ്ത് മാസ്റ്റർ എൻ്റെ ജീവിതത്തിൽ, ഇന്നർ മാസ്റ്റർ എന്ന്, എൻ്റെ ഉള്ളിലുള്ള ഈശ്വരൻ എൻ്റെ ജീവിതത്തിലെ നാഥനായിട്ട് മാറുമ്പോൾ ബാക്കിയെല്ലാം റിലേറ്റീവ് വാല്യൂ ആയിട്ട് മാറും. ബാക്കിയൊന്നിനും നമുക്ക് പ്രാധാന്യം, അത്രയ്ക്ക് പ്രാധാന്യം, എല്ലാം വേണ്ട രീതിയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേണ്ട, അത് ഇപ്പൊ ആവശ്യമില്ല. എനിക്ക് തന്നെ പുനഃസൃഷ്ടിക്കാൻ സാധിക്കും. ഹൈലി ഇവോൾവ് ബീയിങ്സ് എന്നുള്ള വ്യക്തികളുണ്ട് അത്രേ. കോൺവെർസേഷൻസ് വിത്ത് ഗോഡ് എന്നുള്ള പുസ്തകം വായിച്ചാൽ അതെ, അവർക്ക് സ്വന്തം ലോകങ്ങൾ ഉണ്ടാക്കാം, സ്വന്തം സാധനങ്ങൾ സൃഷ്ടിക്കാം. ഇങ്ങനെയുള്ള സയൻസ് ഫിക്ഷൻ മൂവീസ് പോകുന്നുണ്ട്. നമുക്ക് ജീവിക്കാൻ ഒരു സ്ഥലം വേണമെന്നുണ്ട്, ആ സ്ഥലം അങ്ങ് സൃഷ്ടിക്കുക, അവിടെ അനുഭവിക്കുക, തിരിച്ചു പോവുക, അത് വൈൻഡപ്പ് ചെയ്യുക, തിരിച്ചു പോവുക. നമ്മൾ അവതാരങ്ങളെ പറ്റി കേട്ടിട്ടുണ്ട്. അവർക്ക് അനുഭവിക്കാൻ വേണ്ട ലോകം അവർ സൃഷ്ടിക്കുന്നു, അതിന് വിഡ്രോ ചെയ്യുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കഥകൾ കേട്ടിട്ടുണ്ട്. ഭഗവാൻ യഥാർത്ഥത്തിൽ അവതാര പുരുഷനാണെന്ന് മനസ്സിലാക്കാതെ ബ്രഹ്മദേവൻ അദ്ദേഹത്തിന്റെ കൂട്ടുകാരെയൊക്കെ മറച്ചു വെച്ചു ഒരു കൊല്ലം. ഭഗവാൻ ഇത് തിരിച്ചറിഞ്ഞിട്ട് അതേപോലെയുള്ള കൂട്ടുകാരെ സൃഷ്ടിച്ചു.
അപ്പൊ എല്ലാ ദിവസവും വീട്ടിലേക്ക് കൂട്ടുകാർ തന്നെ പോകുന്നു, തിരിച്ചു വരുന്നു. അമ്മമാർക്കത് മനസ്സിലായില്ല. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവ് വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവരാരും ആരെയും മിസ് ചെയ്യുന്നില്ല. ബ്രഹ്മാവിന് മനസ്സിലായി ഞാൻ ആരുടെ കൂടെയാണ് ഈ കളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബ്രഹ്മാവിന്റെ ഈഗോ പോയി എന്നാണ് പറയുന്നത്. ഇതാണ് ഹൈലി ഇവോൾവ് ബീങ്സ്. അവരൊന്നിലും അറ്റാച്ച്ഡ് ആവില്ല. അപ്പൊ ആ തരത്തിലൊരു മാറ്റം നമ്മുടെ ഉള്ളിൽ നമുക്ക് കൊണ്ടുവരണം. അങ്ങനെയാകുമ്പോൾ നമ്മൾ ശരിക്കുള്ള ജീവിതം ജീവിക്കുന്നു. അതാണ് ഛാന്തോപനിഷത്ത് പറയുന്നത്. ഇതാണ് ശരിക്കുള്ള ജീവിതം. ശരിയായിട്ടുള്ള തത്വം അറിഞ്ഞ് ശരിയായിട്ടുള്ള എൻ്റെ റിയൽ പേഴ്സണാലിറ്റി, വ്യക്തിത്വം, അതിൽ ഊന്നിയിട്ടുള്ള പേഴ്സണാലിറ്റി വിത്തൗട്ട് എ പേഴ്സണാലിറ്റി എന്നാണ് ആചാര്യ മഹാരാജ് പറയുന്നത്. അതിൽ ഊന്നിയിട്ടുള്ള ഒരു ജീവിതമാകുമ്പോൾ നമ്മുടെ ജീവിതം ശരിക്കുള്ള ജീവിതമായിട്ട് മാറുന്നു. ഏത് ഡയമെൻഷൻ ചെന്നാൽ എന്താണ്, എവിടെയാണ് സ്വർഗം, എവിടെയാണ് നരകം, അങ്ങനെയൊന്നും ഇല്ല. അതൊക്കെ വെറും കോൺസെപ്റ്റ്സ് മാത്രമായിട്ട് മാറും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവരെയും ഹാർട്ട്ഫുൾനെസ് സഹജമാർ സിസ്റ്റത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അടുത്ത സെഷൻ വരേക്കും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.